പിന്നീട് ഇത്തരത്തിലുള്ള യന്ത്രക്കൈകൾ ഘടിപ്പിച്ച ട്രാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഓരോരോ പുൽക്കെട്ടുകളും എടുത്ത് നിക്ഷേപിക്കുന്നു. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ ചുമട്ട് തൊഴിലാളികൾക്ക് ബദലായിട്ടുള്ള ഒരു യന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെയുള്ള പുൽക്കെട്ടുകൾ അവരെടുത്തിട്ട് ഈ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത് ഒരു വണ്ടിയിലേക്ക് ലോഡിങ് ചെയ്യുന്നു. പിന്നീട് അത് ഇനി ഇങ്ങനെ തയ്യാറാക്കിയ പുല്ലുകെട്ടുകൾ ഫാമിലെ പശുക്കൾക്ക് തീറ്റയായി ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ലോഡിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച യന്ത്രക്കൈകളുള്ള അതേപോലുള്ള മെഷീൻ തന്നെയാണ് ഇവിടെയും അൺലോഡിങ്ങിന് വേണ്ടിയും ഇവിടെ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടിയിൽ നിന്ന് ഓരോരോ പുൽക്കെട്ടുകളായിട്ട് നിലത്തേക്ക് മറ്റൊരു മെഷീനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു വിഷയം കാണാൻ വേണ്ടി കഴിയും. ഇത് ഇങ്ങനെയുള്ള പുല്ലുകെട്ടുകൾ, പച്ച പുൽക്കെട്ടുകൾ പാക്ക് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കിംഗ് മെഷീനാണ്. ഇതും ഇതുപോലെയുള്ള ട്രാക്ടർ പോലുള്ള ഒരു വണ്ടിയിൽ ഘടിപ്പിച്ച രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ലോഡിങ്ങിനും അൺലോഡിങ്ങിനും വേണ്ടി ഉപയോഗിച്ച അതേ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പുൽക്കെട്ടുകൾ അവിടെ നിന്ന് എടുത്ത് ഈ പാക്കിംഗ് മെഷീനിലേക്ക് വെക്കുകയും പിന്നീട് പ്രത്യേക തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് ഇത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് പാക്ക് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന പുല്ലുകെട്ടുകൾ അവർ പിന്നീട് ഒരുപാട് കാലം അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതൊരു പ്രത്യേക തരത്തിലുള്ള പാക്കിംഗ് ആണ്. ആ പുല്ല് അതിനകത്തുനിന്ന് ഫംഗസ് വരികയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ലാതെ അവർ ദീർഘകാലത്തേക്കായിട്ട് ആ പുല്ലുകൾ ഇങ്ങനെയുള്ള പുൽക്കെട്ടുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്.
ജപ്പാനിൽ ഇങ്ങനെ കൃഷിക്ക് വേണ്ടി നെൽകൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്നത് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഏകദേശം ഒരു ഏപ്രിൽ അവസാനത്തോടു കൂടി ഈ തണുപ്പ് കാലഘട്ടം അങ്ങ് പൂർണ്ണമായിട്ടും കഴിയുകയും പിന്നീടുള്ള ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയും ഉള്ള സീസണിലാണ് ഏകദേശം ഈ കൃഷിക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പുല്ലുകളെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം ആ നിലം ഒരു ഏകദേശം ഒരാഴ്ച അങ്ങനെ തന്നെ വെച്ചിട്ട് അതിലേക്ക് പിന്നീട് അവർ പുക അതുപോലെ തന്നെ തീ അങ്ങനെയുള്ളൊരു ചെറിയ പ്രയോഗം, കാരണം ഇവിടെ ഈ മണ്ണിലുള്ള കീടങ്ങളെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രയോഗവും ഇവിടെ നടത്തി നിലം ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് നിലം ഉഴുതുമറിക്കുന്നത്, അതിനും യന്ത്രങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലും അതുപോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നിലം ഉഴുതുമറിക്കുന്നത്, അതുപോലെ അതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.